पद्मनाभ पाहि द्विपपासार पद्मनाभ पाहि द्विपपासार पद्मनाभ पाहि द्विपपासार गुणवसना शौरे पद्मनाभ पाहि द्विपपासार गुणवसना शौरे पद्मनाभ पाहि द्विपपासार गुणवसना शौरे पद्मनाभ पाहि। പുത്തൻ മാളിക കൊട്ടാരം അല്ലെങ്കിൽ കുതിരമാളിക തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് കുതിരമാളിക. തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയാണ് കൊട്ടാരം പണിതീർത്തത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിലാണ് സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ ഭരണത്തലവനാകുന്നത്. ഈ കാലഘട്ടത്തിൽ കല, സാമൂഹികം, വാസ്തുശില്പകല തുടങ്ങിയ സമഗ്ര മേഖലകളിൽ വലിയ പുരോഗതി കൈവരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തിരുവനന്തപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനങ്ങൾക്ക് പിന്നിൽ സ്വാതി തിരുനാളിന്റെ ഭരണ മികവായിരുന്നു. തിരുവനന്തപുരം മൃഗശാല, വാനനിരീക്ഷണ കേന്ദ്രം, യൂണിവേഴ്സിറ്റി കോളേജ്, ആദ്യ സർക്കാർ അംഗീകൃത അച്ചടിശാല, കോടതി, നീതി നിർവഹണ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനമായ തിരുവിതാംകൂർ കോഡ് ഓഫ് റെഗുലേഷൻസ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങളാണ്. കേരള സംഗീതത്തിന്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനും സകലകലാ വല്ലഭനുമായിരുന്നു. സ്വാതി തിരുനാളിന്റെ വിദ്വൽ സദസ് ഇരയിമ്മൻ തമ്പി അടക്കമുള്ള കവിരത്നങ്ങളാലും ഷഡ്കാല ഗോവിന്ദമാരാർ തുടങ്ങിയ സംഗീത പ്രതിഭകളാലും വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ എന്നീ നട്ടുവന്മാരാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. 1840 സ്വാതി തിരുനാൾ കുതിരമാളിക പണി കഴിപ്പിച്ചത്. കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയ്ക്ക് പുറത്തായി 122 കുതിരകളെ വരിവരിയായി കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 22 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് ലഭിച്ചത്. ഇപ്പോൾ രാജകുടുംബത്തിന്റെ മേൽനോട്ടത്തിലാണ് കൊട്ടാരം. കൊട്ടാരത്തിന്റെ മുകളിലുള്ള നിലയിൽ നിന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രം നന്നായി കാണാൻ സാധിക്കും. ഓരോ മുറിയിലും വ്യത്യസ്തമായ കൊത്തുപണികൾ കാണാൻ കഴിയും. നിലം പണികൾ ചെയ്തിരിക്കുന്നത് മുട്ടയും കരിയും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചാണ്. മുകളിലെ നിലയിലിരുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടുകൊണ്ടായിരുന്നു സ്വാതി തിരുനാൾ കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. അതിനടുത്തായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്താൻ സ്വാതി തിരുനാൾ ഉപയോഗിച്ച ഒരു രഹസ്യ വഴിയും കാണാം. 5000-ഓളം വരുന്ന പണിക്കാരെ കൊണ്ട് വെറും 4 കൊല്ലം കൊണ്ടാണ് ഈ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാക്കിയതെന്നാണ് ചരിത്രം. ഈ കൊട്ടാരത്തിലാണ് പ്രസിദ്ധമായ സ്വാതി തിരുനാൾ സംഗീതോത്സവം നടത്തി വരുന്നത്. എല്ലാ വർഷവും ജനുവരി 6 മുതൽ 12 വരെയാണ് ഇത് നടക്കുന്നത്. സംഗീതോത്സവത്തിൽ പല പ്രശസ്തരായ കർണാടക, ഹിന്ദുസ്ഥാനി സംഗീത വിദ്വാൻമാർ പങ്കെടുക്കാറുണ്ട്. 1840 പണിതീർത്ത കുതിരമാളിക കേരളീയ വാസ്തുവിദ്യയുടെ തനതായ ഉദാഹരണമാണ്. പ്രത്യേകമായ മേൽക്കൂരകളും വലിയ തൂണുകളുള്ള വരാന്തകളും കൊട്ടാരത്തിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ ഒരു ഭാഗം ഇപ്പോൾ മ്യൂസിയമായി ഉപയോഗിച്ചു വരുന്നു. കൊട്ടാരത്തിൽ വളരെ പഴയതും പ്രസിദ്ധവുമായ പല അപൂർവ വസ്തുക്കളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രസിദ്ധം 24 ആനകളുടെ കൊമ്പിൽ തീർത്ത സിംഹാസനവും സ്ഫടികത്തിൽ തീർത്ത മറ്റൊരു സിംഹാസനവുമാണ്. കൊട്ടാരത്തിനോട് ചേർന്ന് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട അപൂർവ ചിത്രങ്ങളും പെയിന്റിങ്ങുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രാലയവും പ്രവർത്തിച്ചു വരുന്നു. 70 രൂപയാണ് കൊട്ടാരത്തിലേക്കുള്ള എൻട്രി ഫീ. ചിത്രാലയത്തിലേക്ക് 30 രൂപയും.